മഴ വീണ മണ്ണിലേക്ക് അതിജീവനത്തിന്റെ വിത്തുകൾ. വിവിധ ഗവർണറേറ്റുകളിലായി ലക്ഷക്കണക്കിന് വിത്തുകൾ നട്ട് പരിസ്ഥിതി അതോറിറ്റി. ഒമാനിൽ സംശയാസ്പദമായി പറക്കും വസ്തുക്കൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം. ഹദഫ് അതിർത്തിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. വാദി ബനി ഖാലിദിൽ പർവ്വതത്തിൽ നിന്ന് വീണയാളെ രക്ഷപ്പെടുത്തി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒരാഴ്ചയിലേറെ കനത്തു പെയ്ത മഴയിൽ വെള്ളം നിറഞ്ഞ മണ്ണിടങ്ങളിൽ നാളെയുടെ അതിജീവനത്തിനായി ലക്ഷക്കണക്കിന് വിത്തുകൾ വിതച്ച് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി. തെക്കൻ ബാത്തിന, വടക്കൻ ബാത്തിന, വടക്കൻ ഷർക്കിയ, ദോഫാർ, ബുറൈമി തുടങ്ങിയ ഗവർണറേറ്റുകളിലാണ് സന്നദ്ധ സംഘങ്ങളുടെ കൂടി സഹായത്തോടെ ദശലക്ഷക്കണക്കിന് വിത്തുകൾ നട്ടത്. സമീപകാലത്ത് മഴ ലഭിച്ചതിനെ തുടർന്ന് ഭൂഗർഭജല ശേഖരമുള്ളതിനാൽ വിത്തുകൾ മുളയ്ക്കാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോൾ വിത്തുകൾ നടുന്നത്. ഒമാനിലെ പരിസ്ഥിതി അതോറിറ്റി 2020 ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്ലാനിംഗ് 10 മില്യൺ വൈൽഡ് ട്രീസ്. 2030 ഒമാനിലുടനീളം നാടൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യം. പ്രതിവർഷം 1 മില്യൺ മരങ്ങൾ എന്ന കണക്കിലാണ് ഇതിന്റെ പ്രവർത്തനം ലക്ഷ്യമിടുന്നത്. സുൽത്താനേറ്റിന്റെ ഹരിത വിസ്തൃതി വർദ്ധിപ്പിക്കുക, മരുഭൂമിവൽക്കരണം തടയുക, ജൈവവൈവിധ്യം സംരക്ഷിക്കുക, കാർബൺ ബഹിർഗമനം കുറച്ച് അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക, നശിച്ചുപോയ മേച്ചിൽപ്പുറങ്ങളെയും സ്വാഭാവിക വനങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ പറക്കുന്ന വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പൊതുജനങ്ങളുടെ ജാഗ്രത നിർണായകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സംശയാസ്പദമായി പറക്കുന്ന വസ്തുക്കൾ കണ്ടാൽ സംഭവ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കണം. സ്ഥലത്തെ കൃത്യമായി തിരിച്ചറിയുകയും സാധ്യമെങ്കിൽ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയും ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം. സംശയാസ്പദമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ നേരിട്ട് സുരക്ഷാ ഏജൻസിക്ക് വാട്സ്ആപ്പ് നമ്പറിലൂടെ അയക്കണമെന്നും അറിയിച്ചു. UAE-യുമായി അതിർത്തി പങ്കിടുന്ന ബുറൈമിയിലെ ഹദഫ് ചെക്ക് പോസ്റ്റിൽ വൻ പുകയില ഉൽപ്പന്നങ്ങളുടെ കടത്ത് ഒമാൻ കസ്റ്റംസ് അധികൃതർ തടഞ്ഞു. വാഹന പരിശോധനയ്ക്കിടെ സൂക്ഷ്മമായി ഒളിപ്പിച്ച നിലയിൽ ഏകദേശം 95.88 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കാറിന്റെ വിവിധ ഭാഗങ്ങളിലായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉൽപ്പന്നങ്ങൾ. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ഒമാൻ കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഹാദി ബനി ഖാലിദിലെ വാദി ഹാവിർ പ്രദേശത്ത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വീണയാളെ രക്ഷപ്പെടുത്തി. അപകട വിവരം അറിഞ്ഞ് ഉടൻ കുതിച്ചെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ടീമുകൾ പരിക്കേറ്റയാളെ കണ്ടെത്തി സ്ഥലത്തു നിന്ന് തന്നെ അടിയന്തര ചികിത്സ നൽകി. തുടർന്ന് സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് എത്തിച്ച് തുടർ ചികിത്സയ്ക്ക് വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.